എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ ഞാൻ റൂമിൽ വരും. ഇന്ന് നമ്മുടെ ആദ്യരാത്രിയല്ലേ. ഇക്കയും ഇത്തൂസും ഇപ്പം നമ്മളെ ഒരുമിച്ച് താമസിപ്പിക്കില്ല, അതുറപ്പാ. സോ ഇതേ വഴിയുള്ളൂ. ഹാളിലിരുന്ന് സംസാരിക്കുമ്പോൾ മാലിക് രുദ്രയോട് പറഞ്ഞു. അത് കേട്ട് അവൾ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. കൊള്ളാലോ മോൻ്റെ മനസ്സിലിരിപ്പ്. പെട്ടെന്നാണ് അങ്ങനെ ഒരു അശരീരി കേട്ടത്. രണ്ടുപേരും ഞെട്ടിയെഴുന്നേറ്റ് പുറകിലേക്ക് നോക്കി. അവരെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് നിൽക്കുന്ന ആസി മാലിക് നന്നായി ഇളിച്ചു കാണിച്ചു. രുദ്രയുടെ മുഖത്ത് പ്രത്യേകിച്ച് എക്സ്പ്രഷനൊന്നുമില്ല. ഓ, എന്താ അവൻ്റെ ഒരു കിണി! അടിച്ചു കൊല്ല് ഞാൻ താഴെയിടും. കല്യാണം മുറക്ക് കഴിയുന്നത് വരെ ആദ്യ രാത്രിയില്ല, ഒരു കുന്തവുമില്ല, ആസി കലിപ്പിൽ പറഞ്ഞു. ഇക്ക! മാലിക് ദയനീയമായി ആസിയെ വിളിച്ചു. അവൻ്റെ ദയനീയമായുള്ള വിളി കേട്ട് ആസിക്ക് രുദ്രയ്ക്ക് ചിരി വന്നു. ഒരിക്കയുമില്ല, മുറ പോലെ കല്യാണം കഴിയുന്നത് വരെ രുദ്രയെ മറ്റൊരു വീട്ടിലേക്ക് മാറ്റി നിർത്തണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്, ആസി പറഞ്ഞു. ഈ പ്രാവശ്യം മാലിക്കും രുദ്രയും ഞെട്ടി. അയ്യോ, അത് വേണ്ട. ഞാൻ രുദ്രയുടെ അടുത്തേക്ക് പോകില്ല, ഉറപ്പ്, സത്യമാണ്. അങ്ങനെയാണെങ്കിൽ ഓക്കെ, ആസി അത് പറഞ്ഞ് അടുക്കളയിൽ ശിവയുടെ അടുത്തേക്ക് നടന്നു. അവിടെ എത്തിയതും ആസി വയറിൽ കൈവച്ച് ചിരിക്കാൻ തുടങ്ങി. അത് കണ്ട് ശിവ കണ്ണു പിടിച്ച് ആസിയെ നോക്കി. എന്താ ഇക്ക, നിങ്ങൾക്ക് ഭ്രാന്തിളകിയോ? ശിവ ചോദിച്ചു. ആസി അപ്പോൾ തന്നെ ചിരി നിർത്തി കാര്യം അവളോടായി പറഞ്ഞു. അതിനിപ്പോൾ ചിരിക്കാൻ മാത്രം എന്തിരിക്കുന്നു? ശിവ ആസിയെ പുച്ഛിച്ചു. പൂടി അവിടുന്ന്, നിന്നോട് പറഞ്ഞ് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ആസി ശിവയെ പുച്ഛിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ശിവ അത് കണ്ട് ചിരിയോടെ അവിടെ തന്നെ നിന്നു. ആസി അവിടുന്ന് പോയപ്പോൾ തന്നെ രുദ്രയും മുകളിലേക്ക് കയറി. അപ്പോഴാണ് അസു താഴേക്ക് വന്നത്. രുദ്രയെ കണ്ടതും അസു നിൽക്കാൻ കൈകൊണ്ട് കാണിച്ചു. എന്താടാ? ഒരു ഹരി വിളിച്ചിരുന്നു. ആരാ ചേച്ചി അത്? എന്തൊരു അഹങ്കാരമാണ് അതിന്! സംസാരം കേട്ട് എനിക്ക് തൊട്ടിലെറിയാനാണ് തോന്നിയത്, അസു പറഞ്ഞു. ഹരി വിളിച്ചിരുന്നോ? അവളെക്കുറിച്ച് പറഞ്ഞില്ലേ ഞാൻ നിന്നോട്? പറഞ്ഞിരുന്നു, ഞാൻ മറന്നു പോയതാ. ഇത്രയ്ക്ക് വായാടിയാണെന്ന് വിചാരിച്ചില്ല, അസു പറഞ്ഞ് താഴേക്ക് ഇറങ്ങിപ്പോയി. രുദ്ര അവന് പോകുന്നത് നോക്കി ചിരിച്ചു മുകളിലേക്ക് ചെന്ന് ഫോണെടുത്ത് ഹരിയെ വിളിച്ച് വിശേഷങ്ങളെല്ലാം പറഞ്ഞു. അസു നേരെ താഴേക്ക് ചെന്ന് താടിക്കും കൈ കൊടുത്തിരിക്കുന്ന മാലിക്കിന്റെ അടുത്ത് ചെന്നിരുന്നു. എന്താണ് മാലിക്, ഒരാലോചന? അസു മാലിക്കിന്റെ തോളിലൂടെ കൈയിട്ടോണ്ട് ചോദിച്ചു. മാലിക് അപ്പോൾ തന്നെ അവന്റെ കൈ തട്ടിമാറ്റി അസുവിനെ നോക്കി കണ്ണുരുട്ടി. ഡാ, ഞാൻ നിന്റെ ഇക്കയാണ്, അത് ഓർമ്മ വേണം. എന്നിട്ട് അവൻ പേര് വിളിക്കുന്നു. മാലിക് കലിപ്പിട്ടു. ഓ പിന്നെ, ഒന്ന് പോ അവിടുന്ന്, അസു മാലിക്കിനെ പുച്ഛിച്ചു. മാലിക് അതിനെ അവനെ ഒന്ന് തറപ്പിച്ചു നോക്കി. അവൻ അതിനെ നൈസായിട്ടൊന്ന് ഇളിച്ചു കാണിച്ചു. അല്ല, കാഞ്ചു എവിടെ? നിന്റെ കൂടെ ആയിരുന്നല്ലോ. ഇത്ത മുകളിലുണ്ട്, ഫ്രഷ് ആകുക. മാലിക്കൊന്ന് അമർത്തി മോളി. ഇക്ക, നിങ്ങൾ അറിഞ്ഞില്ലേ കാണാതെ പോയ നിങ്ങളുടെ മരുമകൾ തിരിച്ചു വന്നു എന്ന്? ഓഫീസിലെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ലത്തീഫിന്റെ അടുത്ത് സുറുമി വന്ന് പറഞ്ഞത്. ലത്തീഫ് മനസ്സിലാവാതെ സുറുമിയെ നോക്കി. നിങ്ങളുടെ മകന്റെ ഭാര്യ, ആ കാണാതെ പോയ പെണ്ണുണ്ടല്ലോ, അവൾ തിരിച്ചു വന്നു എന്ന്. ഞാൻ വിചാരിച്ചു അവളെ ആരെങ്കിലും കടത്തിക്കൊണ്ടുപോയി കൊന്നു കളഞ്ഞു എന്ന്. ആ പെണ്ണു പോയ വിഷമത്തിൽ ആ ചെക്കനോ എവിടെയെങ്കിലും പോയി ചത്തു കാണുമെന്ന് വിചാരിച്ചു. എല്ലാം തൊലച്ചു, സുറുമി ദേഷ്യത്തോടെ പറഞ്ഞു. എന്നാൽ കേട്ടത് വിശ്വാസം വരാതെ ലത്തീഫ് സോഫയിൽ നിന്ന് ചാടി എഴുന്നേറ്റു. ഇതൊക്കെ നിന്നോട് ആരോ പറഞ്ഞത്? നീ സ്വപ്നം കണ്ടതൊന്നും അല്ലല്ലോ. ദേ മനുഷ്യ, എന്റെ വായിലുള്ളത് കേൾക്കരുത്. എന്നോട് സുമ വിളിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് ഇതെല്ലാം. അവരുടെ കൂടെ വേറൊരു പെണ്ണും ഉണ്ടായി പോലും. വേറൊരു പെണ്ണും? അതാരാണ്? അതൊന്നും എനിക്കറിയില്ല, പോയി അന്വേഷിക്ക്. അന്ന് ആ തലതെറിച്ചവൻ എന്റെ മകനെ ഇവിടുന്ന് തല്ലിയിരുന്ന് ദൈവം കൊടുത്ത ശിക്ഷയാണ് രണ്ടുപേരും കാണാതായതെന്ന് വിചാരിച്ചു എല്ലാം പോയി, സുറുമി നിരാശയോടെ പറഞ്ഞു. തെറ്റ് ചെയ്തവർക്ക് മാത്രമേ ദൈവം ശിക്ഷ വിധിക്കൂ സുറുമി. പെട്ടെന്ന് ലത്തീഫ് പറഞ്ഞത് കേട്ട് സുറുമി ദേഷ്യത്തോടെ അയാളെ നോക്കി. അപ്പോ എന്റെ മകനാവും തെറ്റ് ചെയ്തത് അല്ലേ? ദേ, നിങ്ങൾക്ക് എന്താ മകനെ മരുമകളെ പറഞ്ഞപ്പോ പൊള്ളിയോ? സുറുമി ദേഷ്യത്തോട് ചോദിച്ചു. എന്റെ സുറുമി, അത് വിട്, എന്റെ വായിൽ നിന്ന് വന്നു പോയതാ. അവരോട് സ്നേഹം ഉണ്ടെങ്കിലല്ലേ പൊള്ളേണ്ട കാര്യമുള്ളൂ. നിന്റെ മക്കളെ ഞാൻ എൻ്റെ സ്വന്തം മക്കളെ പോലെ തന്നെയല്ലേ നോക്കുന്നേ. നീ ഇപ്പോ ഇവിടുന്ന് പോ, ലത്തീഫ് നെറ്റ് തടവിക്കൊണ്ട് പറഞ്ഞു. അത് പാടുള്ളൂ, ഞാനും എൻ്റെ മക്കളും അത് ഈ മനസ്സിൽ എന്ന് കടുപ്പിച്ച് പറഞ്ഞ് സുറുമി അവിടെ നിന്ന് പോയി. ലത്തീഫ് എന്താണ് നടന്നതെന്ന് അറിയാതെ അവിടെ ഇരുന്നു. അവൾ തിരിച്ചു വന്നെങ്കിൽ അവൾ എല്ലാ കാര്യവും മാലിക്കിനോട് പറഞ്ഞിട്ടുണ്ടാവുമെന്ന പേടി അയാളിൽ നിറഞ്ഞു. കൂടെ വേറൊരു പെൺകുട്ടി എന്നൊരു സംശയവും. രാത്രി ഫുഡെല്ലാം കഴിച്ച് എല്ലാവരും കിടക്കാനായി അവരവരുടെ റൂമിലേക്ക് പോയി. സമയം 12:30. മാലിക് റൂമിന്റെ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. മാലിക് തലയിലൂടെ പുതപ്പിട്ട് മൂടിയിരുന്നു. മാലിക് പമ്മി രുദ്രയുടെ റൂമിന്റെ അടുത്തേക്ക് നടന്നു. എന്റെ പടച്ചോനെ, യാതു വാതിൽ ലോക്കാക്കിയിട്ടുണ്ടാവില്ലേ. റൂമിന്റെ മുന്നിലെത്തി പ്രാർത്ഥിച്ച് ഡോറ് തള്ളി നോക്കി. ഡോറ് തുറന്നു വന്നത് മാലിക് ദൈവത്തോട് നന്ദി പറഞ്ഞു.
എന്നിട്ട് മൂടി പുതച്ച് കിടക്കുന്ന രുദ്രയുടെ അടുത്തേക്ക് ചെന്ന് കട്ടിലിൽ കിടന്നു. മാലിക മെല്ലെ കാല് രുദ്രയുടെ മേലേക്ക് എടുത്തു വെച്ച് ഇറുക്കെ കെട്ടിപ്പിടിച്ചു. പെട്ടെന്നാണ് കിടക്കുന്ന സാധനം അലറിയത്. ഇതെന്താ രുദ്രയ്ക്ക് അസുവിന്റെ ശബ്ദം എന്ന് ആലോചിച്ച് മാലിക ലൈറ്റ് ഓൺ ചെയ്തു. എഴുന്നേറ്റിരുന്ന് കണ്ണുമിഴിച്ച് തന്നെ നോക്കുന്ന അസുവിനെ കണ്ട് മാലിക വണ്ടറടിച്ചു. ഇക്ക എന്താ ഇവിടെ? അല്ല, നീ എന്താ ഇവിടെ? രണ്ടുപേരും ഒരുമിച്ച് ചോദിച്ചു. ആദ്യം ഇക്ക പറ, എന്താ ഇവിടെ? അത് പിന്നെ ഞാൻ എൻ്റെ ഭാര്യയുടെ റൂമിലേക്കല്ല വന്നേ, നീ എന്തിനാ ഇവിടെ കിടക്കുന്നേ? മാലിക്കൊന്ന് പതറിക്കൊണ്ട് ചോദിച്ചു. അത് എന്നോട് ആസിക്ക് ഇവിടെ കിടന്നാൽ മതിയെന്ന് പറഞ്ഞു. രാത്രി ഒരു കള്ളൻ ഈ റൂമിൽ കയറുമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പൊ മനസ്സിലായി ആ കള്ളൻ ആരാ എന്ന്. എന്നാലും എൻ്റെ ഇക്ക, നിങ്ങൾ ഇത്രകാരനായിരുന്നു അല്ലേ? പാവം രുദിത്ത, എൻ്റെ സ്ഥാനത്ത് ഇത്തായിരുന്നെങ്കിൽ അതിൻ്റെ ഒരവസ്ഥ. തന്നെ ട്രോളുന്ന അനിയനെ കണ്ട് മാലിക്കാകെ ചമ്മി നാറി അസുവിനെ നോക്കി. അസു അവിടെ മാലിക്കിനെ നോക്കി കളിയാക്കി ചിരിക്കുകയാണ്. അല്ല അസു, എൻ്റെ ഭാര്യ എവിടെ? മാലിക അവനോടായി ചോദിച്ചു. ഓ, ഭാര്യ എൻ്റെ റൂമിൽ കാഞ്ചുത്തായി കിടക്കുന്നുണ്ട്. ഇനി അങ്ങോട്ട് പോകാനാണോ പ്ലാന്? അസു കളിയാക്കി ചോദിച്ചു. മാലിക്കിന്റെ കലിപ്പിട്ട് ഒരു നോട്ടെ നോക്കിയപ്പോൾ അസു വേഗം പുതപ്പെടുത്ത് തലവഴി മൂടി അവിടെ കിടന്നു. അവൻ കിടന്നതും മാലിക് പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് കാഞ്ചുവിനെ വിളിച്ചു. ഹലോ കാഞ്ചു. ഫോൺ എടുത്ത ഉടനെ മാലിക് ശബ്ദം അടക്കി പിടിച്ച് അവളെ വിളിച്ചു. എന്തായിക്ക ഈ സമയത്ത്? ഉറക്കച്ചെലവോടെ കാഞ്ചു ചോദിച്ചു. ആ മോളെ, മോൾക്ക് എ സി വേണമെങ്കിൽ എൻ്റെ റൂമിൽ പോയി കിടന്നു. ഞാൻ അസുവിൻ്റെ ഒപ്പം കിടന്നോളാം. അസുവിന് എ സി പറ്റാത്തോണ്ട് ആ റൂമിൽ എ സി ഇല്ല, മാലിക് പറഞ്ഞു. എനിക്ക് എ സി ഒന്നും വേണ്ടെൻ്റെ ഇക്ക, ഇവിടെ ഫാനുണ്ട്, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളാം. ഇക്ക കിടന്ന് ഉറങ്ങിക്കോ. കാഞ്ചു എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. ആ പ്ലാനും പൊളിഞ്ഞ വിഷമത്തിൽ മാലിക് അവിടെ തന്നെ കിടന്നു. അപ്പോൾ തന്നെ അസു മാലിക്കിനെ കെട്ടിപ്പിടിച്ച് കിടന്നു. ശിവത്ത, എനിക്ക് നിങ്ങളുടെ ലവ് സ്റ്റോറി പറഞ്ഞു തരുമോ? രാവിലെയുള്ള ഫുഡ് അടിച്ചു കഴിഞ്ഞ് എല്ലാവരും ടി വി കണ്ടു ഇരിക്കുമ്പോഴാണ് കാഞ്ചു അത് ചോദിച്ചത്. അത് കേട്ടും ശിവ നോക്കിയത് ആസിയാണ്. ആസിയാനെ പറയാൻ കണ്ണുകൊണ്ട് കാണിച്ച് ആക്കി ചിരിക്കുന്നുണ്ട്. ശിവ ഇല്ല എന്ന പോലെ തല കുലുക്കി. ആസു വാപ്പൊത്തി ചിരിക്കുന്നുണ്ട്. അവൾ പറയില്ല മോളെ, ഞാൻ പറയാം ഞങ്ങളുടെ ലവ് സ്റ്റോറി. ശിവ പറയുന്നില്ല എന്ന് കണ്ടതും ആസി പറഞ്ഞു. കാഞ്ചും രുദ്രയും മാലിക്കും ആകാംക്ഷയോടെ അവരെ നോക്കി. ആസി പറഞ്ഞു തുടങ്ങി അവരുടെ പ്രണയകാലം. ശിവ ഡിഗ്രി ചെയ്തത് പാലക്കാട് ഒരു കോളേജിലായിരുന്നു. ശിവയുടെ വീട് തൃശ്ശൂരാണ്. ശിവ ഹോസ്റ്റലിലായിരുന്നു. പാലക്കാട് പഠിക്കാൻ വരുമ്പോഴാണ് ഞാൻ IPS ആയി ഇവിടെ ചാർജ് എടുക്കുന്നത്. ഞാൻ പഠിച്ച കോളേജിൽ തന്നെയായിരുന്നു ശിവയും പഠിച്ചിരുന്നത്. അവിടെ വെച്ചാണ് ഞാൻ ആദ്യമായി ശിവയെ കാണുന്നത്. അവിടെ പഠിച്ചത് കൊണ്ട് തന്നെ അവിടുത്തെ ടീച്ചർമാരും സാറുമാരുമെല്ലാം എനിക്കൊരു സ്വീകരണം തന്നു. അന്നാണ് ശിവയെ ആദ്യമായി ഞാൻ കാണുന്നത്. ആസിയുടെ ഓർമ്മ ആ ദിവസത്തിലേക്ക് നീങ്ങി. ജീപ്പിൽ ഞാൻ വന്നിറങ്ങിയതും കുട്ടികളും ടീച്ചേഴ്സും എല്ലാം ചുറ്റും കൂടി. ഞാൻ പുഞ്ചിരിയോടെ പുറത്തേക്കിറങ്ങി. ഒരു സാറ് വന്ന് എനിക്ക് മാലയും പൊക്കയും തന്നു. ഞാൻ ചിരിയോടെ അവിടെ മൊത്തം നോക്കിയപ്പോഴാണ് ഇതിലൊന്നും മൈൻഡില്ലാതെ ഒരു പുച്ഛത്തോടെ ഇതെല്ലാം നോക്കിയിരിക്കുന്ന ശിവയെ ഞാൻ കാണുന്നത്. അതെന്താ ശിവചേച്ചിയുടെ മുഖത്ത് പുച്ഛം? നിങ്ങൾ തമ്മിൽ നേരത്തെ പരിചയമുണ്ടോ? കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് കാഞ്ചു ചോദിച്ചു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യമായാണ് അവിടെ കാണുന്നതെന്ന്. ഓ, അപ്പോൾ ആ പുച്ഛത്തിന് കാരണം? മാലിക് ചോദിച്ചു. അതാണ് പറഞ്ഞു വരുന്നത്, ബാക്കി കൂടെ കേൾക്ക്. ആസി കലിപ്പിട്ടതും അവർ വായക്ക് സിബിട്ട് ആസി വീണ്ടും പറഞ്ഞു തുടങ്ങി. ആ പുച്ഛത്തിന് കാരണം മനസ്സിലായില്ല എങ്കിലും ആസി അവളോട് കൈപൊക്കി കാണിച്ചു. പിന്നീട് ഹാളിലേക്ക് നടന്നു. അപ്പോഴും ആസിയുടെ കണ്ണ് ഒരു മൂലയ്ക്ക് മാറി നിൽക്കുന്ന ശിവയിലായിരുന്നു. കോളേജ് പ്രിൻസി എന്തൊക്കെയോ ആസിയെയും കോളേജിനെയും എല്ലാം പൊക്കിയടിച്ച് പറയുന്നുണ്ട്. പിന്നെ പരിപാടിയെല്ലാം കഴിഞ്ഞ് എല്ലാവരും പുറത്തേക്കിറങ്ങി. ശിവയും മേഘയും നേരെ ക്യാൻറ്റീനിലേക്ക് വെച്ചു പിടിച്ചു. എടി, ആ സാറ് വന്നപ്പോൾ മുതൽ നിന്റെ മുഖത്ത് എന്തേ ഒരു പുച്ഛം? നിനക്ക് ആ സാറിനെ നേരത്തെ അറിയുമോ? ശിവയോട് കൂട്ടുകാരി മേഘ ചോദിച്ചു. ആ, അറിയാം. അവൻ ആള് ശരിയല്ല. അവൻ എന്നെ കയറി ഉമ്മ വെച്ചു, അതും എൻ്റെ ചുണ്ടിൽ. കലിപ്പിട്ട് ശിവ പറയുന്നത് കേട്ട് മേഘ ഞെട്ടി പണ്ടാറു അടങ്ങി. കോളേജിലെല്ലാം ചുറ്റിക്കാണാനായി വന്ന ആസി അവർ പറയുന്നത് കേട്ട് കിളി പറത്തി അവളെ നോക്കി നിന്നു. വാട്ട്? ഇതൊക്കെ എപ്പോ? എന്നാൽ പോയ കിളി തിരിച്ചു വന്നപ്പോൾ ആസിയുടെ മുഖം വലിഞ്ഞു മുറുകി. അവൻ ദേഷ്യത്തോടെ അവളുടെ അടുത്തേക്ക് വന്ന് ടേബിളിൽ ആഞ്ഞടിച്ചു. മേഘയും ശിവയും ഞെട്ടി എഴുന്നേറ്റു. ക്യാൻറ്റീനിൽ ഉണ്ടായിരുന്ന ബാക്കി കുട്ടികളും ചാടി എഴുന്നേറ്റു. ശിവ അവനെ ഒട്ടും അവിടെ പ്രതീക്ഷിച്ചിരുന്നില്ല. അവൾ പേടിയോടെ അവനെ നോക്കി. അന്നാണ് ആദ്യമായി ചേച്ചിയെ കണ്ടതെന്നല്ലേ ആസിക പറഞ്ഞേ? അപ്പോൾ എങ്ങനെ ആസിക ചേച്ചിയെക്കാരി കിസിയെ? രുദ്ര കണ്ണും തള്ളി ആസിയെ നോക്കി. എൻ്റെ പൊന്നു മോളെ, ഞാൻ കഥ പറഞ്ഞു തീർന്നില്ല. ആ, എന്നാ ബാക്കി കൂടെ പറ. വേണ്ട ആസിക, ആ ഭാഗം സ്കിപ്പ് ചെയ്ത് പറ പ്ലീസ്. ശിവയുടെ രോദനമാണ്.
ഇത്ത മിണ്ടാതിരിക്ക്, അവർ അറിയട്ടെ. ബാക്കി ഞാൻ രാത്രി പറയാം. ഇപ്പോൾ എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. ആസി അത് പറഞ്ഞ് എഴുന്നേറ്റ് റൂമിലേക്കായി പോയി. കല്യാൺ, ഇനി അവരെ ജീവനോടെ വെച്ചൂടാ, കൊല്ലണം, ഒരു തെളിവും ഉണ്ടാവാതെ, അല്ലെങ്കിൽ നമ്മൾ പിന്നെ ജീവനോടെ കാണില്ല. മുന്നിലിരുന്ന് എന്തോ ആലോചിക്കുന്ന കല്യാണിയെ നോക്കി കല്യാൺ പറഞ്ഞു. ഞാനും അത് തന്നെയാണ് ആലോചിക്കുന്നത്. ഇനിയും അവരെ ജീവനോടെ വെച്ചൂടാ. മാലിക്കിനെയും രുദ്രയെയും മാത്രമല്ല, അവൻ്റെ ഫാമിലിയെ വരെ ഇല്ലാതാക്കണം. കല്യാൺ കൈ മുഷ്ടി ചുരുട്ടിക്കൊണ്ട് പറഞ്ഞു. പറയാൻ കൊള്ളാം, ഇതെല്ലാം നടപ്പിലാക്കാനാണ്. കല്യാണി കടുപ്പിച്ചു പറഞ്ഞു. നടപ്പിലാക്കാൻ അതിനൊരു വഴിയുണ്ട്. കല്യാൺ ചിരിയോടെ പറഞ്ഞു. കല്യാണി എന്താണ് എന്ന പോലെ മുഖമുയർത്തി അയാളെ നോക്കി. ദേവൻ, എൻ്റെ മാമൻ, രുദ്രയുടെ അച്ഛൻ, അയാൾ ഉണ്ടെങ്കിൽ എല്ലാം നടക്കും. പിന്നെ കാര്യം കഴിഞ്ഞാൽ എല്ലാം അയാളുടെ തലയിലേക്ക് വെച്ചു കൊടുക്കാം. സംഭവം കൊള്ളാം, പക്ഷെ ഒന്നും നടക്കില്ല. സ്വന്തം മകളെ കൊല്ലാൻ കൂട്ടു നിൽക്കുമോ അയാൾ? കല്യാണി പുച്ഛത്തോടെ അവനോട് ചോദിച്ചു. നിൽക്കും, നിനക്ക് അയാളെ അറിയാത്തോണ്ടാണ്. അയാളുടെ മൂത്ത മകളെ കൊന്നുകളയാൻ കൊട്ടേഷൻ കൊടുത്തവനാണ് അയാള്. വാട്ട്, സത്യാണോ? അപ്പോൾ അവളെ വെച്ച് തന്നെ കളിക്കാമല്ലേ കല്യാൺ? നീ അയാളെ വിളിക്ക്, കല്യാണി പറഞ്ഞു. വിളിക്കാം, ഇപ്പോഴല്ല, രാത്രി. ഇപ്പോൾ പുറത്തെവിടെയെങ്കിലും പോയതാണെങ്കിൽ സംസാരിക്കാൻ കഴിയില്ല. ആസിക വന്നോ? വേഗം വാ, കഥ പറയും ബാക്കി. പുറത്തു പോയ ആസി തിരിച്ചു വന്നതും കാഞ്ചു അവനോടായി പറഞ്ഞു. ഒന്നടങ്ങു മോളെ, ഞാൻ പറയാം. ഒന്ന് ഡ്രസ്സ് മാറട്ടെ, എന്നിട്ട് പറയാം. ആസി അത് പറഞ്ഞു. റൂമിലേക്ക് ചെന്ന് കുറച്ചു നേരം കഴിഞ്ഞ് ആസി താഴേക്ക് തന്നെ തിരിച്ചു വന്നു. അപ്പോഴേക്കും കഥ കേൾക്കാൻ എല്ലാവരും റെഡിയായിട്ടുണ്ടായിരുന്നു. ആസി ചിരിയോടെ അവരുടെ നടുക്കായിരുന്നു. അപ്പോൾ ബാക്കി പറഞ്ഞു. മുന്നിൽ ദേഷ്യത്തോടെ നിൽക്കുന്ന ആസിയെ കണ്ട് ശിവ അവനെ പേടിയോടെ നോക്കി. നീ എന്നെക്കുറിച്ചല്ലേ പറഞ്ഞത് ഞാൻ നിന്നെ കിസ് ചെയ്തു എന്ന്? പറയടി, ആസി അലറി. അത് കണ്ട് ശിവ പേടിച്ചു. അത് ഞാൻ സ്വപ്നം കണ്ടതാ. അവൻ്റെ അലറൽ കേട്ട് പേടിച്ച് അവൾ പറഞ്ഞു. മേഘയും ആസിയും കണ്ണും പിഴിച്ച് കിളികളെ പറത്തി അവളെ നോക്കി. നിനക്കെന്താ വട്ടാണോടി? എന്തൊക്കെയാണ് വിളിച്ചു പോകുന്നത്? പെട്ടെന്ന് ബോധം വന്നപ്പോൾ ആസി അവളോട് ചോദിച്ചു. ഭ്രാന്തല്ല സർ, ഞാൻ ശരിക്കും സ്വപ്നം കണ്ടു. എൻ്റെ സമ്മതമില്ലാതെ എന്നെ കിസ് ചെയ്തത് സാറല്ലേ. അതുകൊണ്ടാണ് സാറിനെ കണ്ടപ്പോൾ പുച്ഛിച്ച് നോക്കി നിന്നത്. സത്യമായിട്ടും. ശിവ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞ് മേഘ തലക്ക് കൈ കൊടുത്ത് അവളെ നോക്കി. ഞാൻ നിന്നെ ആദ്യമായിട്ടാണ് കാണുന്നത്. നീയും അങ്ങനെ തന്നെ ആവുമല്ലോ. എന്നിട്ടാണോ എന്നെക്കുറിച്ച് ഇല്ലാവചനം പറയുന്നേ? ആസി ദേഷ്യത്തോടെ വീണ്ടും ചോദിച്ചു. അതിന് ഞാൻ സാറിൻ്റെ സ്വപ്നത്തിൽ. ആസിയുടെ കലിപ്പിച്ചുള്ള നോട്ടം കണ്ട് ശിവ പറയാൻ വന്നത് പകുതി വെച്ച് നിർത്തി. അവനെ നോക്കി പല്ലിളിച്ചു. അവൻ അവളെയും പുച്ഛിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ബാക്കിയുള്ള പിള്ളേരെല്ലാം ഇപ്പോൾ ഇവിടെ എന്താ നടന്നതെന്ന് ആലോചിച്ച് കിളി പറന്ന് നിന്നു. എടാ പരട്ടെ, എന്താ നീ പറഞ്ഞത്? സ്വപ്നം കണ്ടതായിരുന്നോ? സത്യമായിട്ട് ഞാൻ കണ്ടു മേഘ. ഉണ്ടപ്പൊരി, അവളുടെ കോപ്പിലൊരു സ്വപ്നം. ഇപ്പോൾ ആ സാറെല്ലാം കേട്ടു. ആ സാറ് പറഞ്ഞ പോലെ നിനക്ക് ഭ്രാന്ത, മുഴുത്ത ഭ്രാന്ത്. ശിവ അതിന് ദേഷ്യത്തോടെ അവളെ ഒന്ന് നോക്കി. ആസി പറഞ്ഞു നിർത്തി. ബാക്കിയുള്ളവരെ നോക്കി ശിവയും ആസവും ഒഴികെ ബാക്കി 3 പേരും ചിരിക്കുന്നുണ്ട്. ഇക്ക ബാക്കി പറ. ഒരുവിധം ചിരി കൺട്രോൾ ചെയ്തുകൊണ്ട് മാലിക് പറഞ്ഞു.